മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികൾക്കും പരിശുദ്ധമ്മ മധ്യസ്ഥയായിരിക്കട്ടെ. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവസന്നിധിയിൽ സമ്പന്നനായിത്തീരുക. ദൈവസന്നിധിയിൽ സമ്പന്നനായി തീരുവാനുള്ള വിളിയാണ് ഈശോ ഓരോരുത്തർക്കും വെച്ച് നീട്ടിത്തരുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഈശോ ഒരു ഉപമയും ലൂക്കായുടെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ഈ തിരുവചന ഭാഗത്ത് നമ്മളിങ്ങനെയാണ് കാണുന്നത്. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തി ഈശോയോട് ചോദിക്കുന്നു, ഗുരു, പിതൃസ്വത്ത് സഹോദരനുമായി പങ്കുവയ്ക്കുവാൻ കൽപ്പിക്കണമേ എന്ന്. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. മനുഷ്യൻ്റെ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. എന്നിട്ട് ഇത് കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ഉപമയും ആ ജനക്കൂട്ടത്തോടായി ഈശോ പറയുന്നു. ഭോഷനായ ധനികൻ്റെ ഉപമ. എന്താണ് ഈ ഭോഷനായ ധനികന് പറ്റിയ പറ്റ്? പ്രത്യേകമായി 3 കാര്യങ്ങൾ ഭോഷനായ ധനികന് പറ്റിയതായി തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമതായി, ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം വിഡ്ഢി എന്ന് വിളിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ദൈവം വിഡ്ഢി എന്ന് വിളിച്ച വ്യക്തിയാണ് ഈ മനുഷ്യൻ. രണ്ടാമതായി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ദരിദ്രരെ അവഗണിച്ച വ്യക്തിയാണ്. ദരിദ്രരെ അവഗണിച്ച വ്യക്തി. മൂന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, സമ്പാദ്യം തെറ്റായ സ്ഥലത്ത് സൂക്ഷിച്ച വ്യക്തി. തൻ്റെ സമ്പാദ്യം തെറ്റായ സ്ഥലത്ത് സൂക്ഷിച്ച വ്യക്തി, അല്ലെങ്കിൽ തൻ്റെ ആത്മാവിൻ്റെ കാര്യം മറന്നുപോയ വ്യക്തി. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനം, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ്റെ പ്രത്യേകതയായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ദൈവം വിഡ്ഢി എന്ന് വിളിച്ച വ്യക്തിയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ
വായിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം തിരുവചനം പറഞ്ഞു വയ്ക്കുന്നത് സ്വന്തം സഹോദരനെ വിഡ്ഢിയെന്നോ ബോഷനെന്നോ വിളിക്കാനായിട്ടുള്ള യോഗ്യത ഒരൊറ്റ മനുഷ്യനുമില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് നിത്യനരകാഗ്നിക്കും കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരുമെന്നാണ് ഓർമ്മിപ്പിച്ചു തരുന്നത്. അങ്ങനെ പറഞ്ഞ ഈശോ തന്നെ ഈ മനുഷ്യന്, അല്ലെങ്കിൽ പ്രത്യേകമായി ഈ മനുഷ്യൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ബോഷ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ്. ദൈവം വിഡ്ഢി എന്ന് വിളിച്ച വ്യക്തി. അതുകൊണ്ട് സങ്കീർത്തനം 14:1 ഇപ്രകാരം പറയുന്നു: ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ബോഷൻ്റെ പ്രത്യേകത, അവൻ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനല്ല എന്നുള്ളത് തന്നെ. ഇതാ വീണ്ടും തിരുവചനം പറയുന്നു, സങ്കീർത്തനം 39:6 തിരുവചനം: മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. നമ്മൾ വിശുദ്ധ അന്തോണീസിൻ്റെ ജീവചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം വായിക്കുന്നുണ്ട്. ധനികനായ ഒരു മനുഷ്യൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വിശുദ്ധ അന്തോണീസ് വചനപ്രഘോഷം നടത്തുന്നു. വചനപ്രഘോഷം നടത്തുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാമത്തെ തിരുവചനം വെച്ചുകൊണ്ടാണ്. അവിടെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ നിക്ഷേപം എന്നുള്ളതാണ്. വചനപ്രഘോഷത്തിനിടയ്ക്ക് അല്പം ശങ്കിച്ചാലെന്ന പോലെ വിശുദ്ധ അന്തോണീസ് നിൽക്കുന്നു. എന്നിട്ട് കൂടെയുണ്ടായിരുന്ന ബന്ധുക്കളോടും പ്രിയപ്പെട്ടവരോടുമായിട്ട് പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ ഹൃദയം ഈ ശവശരീരത്തിലില്ല. കേട്ടുനിന്ന ബന്ധുക്കളും പ്രിയപ്പെട്ടവരും വിഷമിച്ചു പോയി. എന്താണ് ഇങ്ങനെ പറയുന്നത്? തങ്ങൾക്ക് പ്രിയപ്പെട്ട വിശുദ്ധൻ ചരമപ്രസംഗം നടത്തുമ്പോൾ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തുന്നതിൻ്റെ കാര്യം എന്താണ്? വീണ്ടും വിശുദ്ധൻ അവരോടായി പറഞ്ഞു, ഈ മനുഷ്യൻ്റെ, ഈ ധനികനായ മനുഷ്യൻ്റെ ഹൃദയം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലില്ല. നിങ്ങൾ പോയി അദ്ദേഹത്തിൻ്റെ പണപ്പെട്ടിയിൽ പരതി നോക്കുക. അവർ വീടിനുള്ളിൽ കയറി ഇദ്ദേഹം സൂക്ഷിച്ചു വച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങളുടെ പെട്ടിയിൽ ഇദ്ദേഹത്തിൻ്റെ ഹൃദയം അന്വേഷിക്കുന്നു. നോക്കുമ്പോൾ അവിടെ തുടിക്കുന്ന ഒരു ഹൃദയം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാം തിരുവചനം: നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഈ വ്യക്തി മരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയം അദ്ദേഹം ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ചു വച്ചിരുന്ന സമ്പാദ്യങ്ങളോട് കൂടെ തന്നെയായിരുന്നു. അത് വിട്ടുപോകുവാൻ അദ്ദേഹത്തിനാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ സമ്പന്നനായി തീരാൻ കർത്താവ് നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി ഈ വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദരിദ്രരെ അവഗണിച്ച വ്യക്തിയാണ്. ദരിദ്രരെ അവഗണിച്ച വ്യക്തി. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ദരിദ്രരെ അവഗണിച്ച വ്യക്തിയായിട്ട് കാണുന്നത്? ഇദ്ദേഹത്തിനുണ്ടായിരുന്ന സമ്പാദ്യം
ഇദ്ദേഹത്തിൻ്റേത് മാത്രമായി ഇദ്ദേഹം കൂട്ടി വെച്ചു എന്നുള്ളതാണ്. അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ഒരു മനോഭാവം ഇദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ലഭിച്ച വലിയ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച വലിയ വിളവിൻ്റെ ഓഹരി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായിട്ടുള്ള മനോഭാവം ഇദ്ദേഹത്തിനില്ലാതെ പോയി. അതുകൊണ്ട് തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് ഇപ്രകാരമാണ്. പ്രഭാഷകന്റെ പുസ്തകം 14-ാം അധ്യായം 15-ാം തിരുവചനം. നിന്റെ പ്രയത്നത്തിൻ്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ടു പോകുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ? നിന്റെ പ്രയത്നത്തിൻ്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ടു പോകുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ? ചരിത്രത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. മെർലിൻ മൺട്രോയെക്കുറിച്ച്. സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് മെർലിൻ മൺട്രോ. 1926 ജനിച്ച് 1962 മരണമടഞ്ഞ മെർലിൻ മൺട്രോ. മെർലിൻ മൺട്രോ മരിക്കുന്ന സമയത്ത് $200 മില്യൺ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യുകയാണ് മെർലിൻ മൺട്രോ ചെയ്തത്. $200 മില്യൺ അവകാശിയായിരുന്ന ആ ഇടയ്ക്ക് പുറത്തിറങ്ങിയ മെർലിൻ മൺട്രോയുടെ പുതിയ ചിത്രത്തിന് അത്രയേറെ സമ്പാദിച്ചു കൂട്ടാനായിട്ട് ഉള്ള അവസരം പോലും, അങ്ങനെയുള്ള അവസരം ഉണ്ടായിരുന്നിട്ട് പോലും മെർലിൻ മൺട്രോ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചരിത്രം ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. സമ്പത്തല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്പന്നനായി തീരുകയാണ് വേണ്ടത്. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അവൻ സമ്പത്ത് വർദ്ധിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാം തിരുവചനം. പഴകിപ്പോകാത്ത പണസഞ്ചികൾ നിങ്ങൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ അത് മോഷ്ടിക്കുകയില്ല, ചിതലത് നശിപ്പിക്കുകയുമില്ല. പഴകിപ്പോകാത്ത പണസഞ്ചികളും ഒടുങ്ങാത്ത നിക്ഷേപങ്ങളും നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കേണ്ടത് സ്വർഗത്തിലാണ്. ദരിദ്രരെ അവഗണിച്ച ഈ വ്യക്തി, ദരിദ്രരോട് പങ്കുവയ്ക്കാൻ മനസ്സ് കാണിക്കാതിരുന്ന ഈ വ്യക്തി, ആ വ്യക്തിയെയാണ് ദൈവം വിളിക്കുന്നത് ബോഷ എന്ന്. സഭയുടെ ചരിത്രത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ ഡീക്കനായിരുന്ന വിശുദ്ധ ലോറൻസ്. വലേരിയൻ ചക്രവർത്തിയുടെ കാലത്ത് റോമിൽ വലിയ മതമർദ്ദനം നടക്കുന്നു. അന്നത്തെ റോമൻ പ്രീഫെക്റ്റിന് മനസ്സിലാകുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടായിരിക്കാം സഭയ്ക്ക് ഒത്തിരിയേറെ സ്വത്തുക്കളുണ്ട് എന്നുള്ളത്. ലോറൻസിൻ്റെ പക്കൽ കടന്നു ചെന്ന് റോമൻ പ്രീഫെക്റ്റ് വന്ന് പറയുന്നു, അടുത്ത ദിവസമാകുമ്പോഴേക്കും സഭയുടെ സ്വത്തെല്ലാം ചക്രവർത്തിക്കായിട്ട് സമർപ്പിക്കണം. ലോറൻസ് എന്ത് ചെയ്തെന്നറിയാമോ? അല്പസമയത്തെ സാവകാശം ചോദിച്ചുകൊണ്ട് ദരിദ്രർക്ക് പങ്കുവയ്ക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്ന, ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്ന എല്ലാ സമ്പത്തും എല്ലാ പാവപ്പെട്ടവർക്കും ദാനം ചെയ്യുകയാണ്. എന്നിട്ട് അടുത്ത ദിവസം റോമൻ പ്രീഫെക്റ്റിൻ്റെ മുന്നിലേക്ക് ഇതാ വിശുദ്ധ ലോറൻസ് കടന്നു ചെല്ലുന്നു, ഒരു പറ്റം ജനങ്ങളെയും കൂട്ടിക്കൊണ്ട്.
എന്നിട്ട് റോമൻ പ്രീഫെക്റ്റിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് പറയുന്നു, ഈ പാവപ്പെട്ടവരാണ്, ഈ ദരിദ്രരാണ് സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ഈ പാവപ്പെട്ടവരാണ്, ഈ ദരിദ്രരാണ് സഭയുടെ സമ്പത്ത്. ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ദരിദ്രരോട് പ്രത്യേകമായി കരുണയും ദയയും കാണിക്കാൻ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്ന മാർപ്പാപ്പ. ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും പലതരത്തിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി എന്തുമാത്രം സഭയും സഭാംഗങ്ങളും കരുതലുണ്ടായിരിക്കണമെന്നും ഓർമ്മിപ്പിച്ചു തരുന്ന മാർപ്പാപ്പ ഈ ഉപമയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തനിക്ക് വേണ്ടി തന്നെ സമ്പാദ്യം ഒരുക്കി വെച്ച് ആസ്വദിക്കാനായി തൻ്റെ ജീവിതത്തെ ഒരുക്കി വയ്ക്കുന്ന ഭോഷനായ ധനികനെക്കുറിച്ച്. മൂന്നാമത്തെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമ്പാദ്യം തെറ്റായ സ്ഥലത്ത് സൂക്ഷിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ തൻ്റെ ആത്മാവിനെ മറന്നുപോയ വ്യക്തിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിപ്പിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിപ്പിക്കുന്നില്ല. ഈ ഭോഷനായ ധനികൻ ശരീരത്തെ പോറ്റുവാൻ വേണ്ടുന്ന സമ്പാദ്യമാണ് ഒരു കൂട്ടിയത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ കാര്യം അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെല്ലാം അതുകൊണ്ട് തെറ്റായ സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നതായി നമ്മൾ കാണുന്നു. ഈ ഉപമയിൽ നമ്മൾ പല പ്രാവശ്യം കാണുന്ന ഒരു വാക്കുണ്ട്. ഞാൻ എൻ്റെ സമ്പത്ത്, ചുരുങ്ങിയത് ഒരു 6 പ്രാവശ്യമെങ്കിലും എൻ്റെ 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 എന്ന് ഈ ഭോഷനായ ധനികൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എൻ്റെ ആത്മാവിനോട് പറയും, തിന്നുകുടിച്ച് ആനന്ദിക്കുക, അതിനുവേണ്ടി എൻ്റെ അറപ്പുകൾ പൊളിക്കും, വീണ്ടും എനിക്ക് വേണ്ടി എല്ലാം സമ്പാദിച്ചു വയ്ക്കും എന്നുള്ള ആത്മകഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഉപമയിലൂടെ. തൻ്റെ കാര്യം മാത്രം ഇദ്ദേഹത്തിൻ്റെ കൺമുമ്പിലുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി താൻ ചെയ്തു കൂട്ടിയത് തൻ്റെ ശരീരത്തെ പോറ്റുവാൻ, അല്ലെങ്കിൽ തൻ്റെ ശരീരത്തെ വളർത്തുവാൻ വേണ്ടുന്ന സമ്പാദ്യങ്ങളുടെ എണ്ണമാണ് ഇദ്ദേഹം കൂട്ടിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് ഇപ്രകാരമാണ്. സഭാപ്രസംഗകൻ 2-ാം അധ്യായം 21-ാം തിരുവചനം: ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു. മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സഭാപ്രസംഗകൻ 2-ാം അധ്യായം 21-ാം തിരുവചനം പറയുന്നു. ഒരു വ്യക്തിയുടെ ജ്ഞാനം ഉപയോഗിച്ച്, അറിവുപയോഗിച്ച്, സാമർഥ്യം ഉപയോഗിച്ച് അവൻ ഒരു കൂട്ടി വയ്ക്കുന്നത്, സമ്പാദിച്ചു വയ്ക്കുന്നത് ഒന്നും അധ്വാനിക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കേണ്ടതായി വരുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലെ 2 തരം മനോഭാവമുള്ള വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും ഈ ലോകത്തിൽ. ഒന്നാമത്തേത് പഴകുന്ന സമ്പാദ്യങ്ങൾ കൂട്ടിവെക്കുന്ന വ്യക്തികൾ. രണ്ടാമത്തേത് പഴകിപ്പോകാത്ത സമ്പാദ്യങ്ങൾ കൂട്ടിവെക്കുന്ന വ്യക്തികൾ. എന്താണ് പഴകിപ്പോകുന്ന സമ്പാദ്യങ്ങൾ എന്ന് പറയുന്നത്? ഒരുവൻ്റെ
ആരോഗ്യത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവൻ്റെ മുഖകാന്തിക്ക് വേണ്ടി മാത്രം, സൗന്ദര്യത്തിന് വേണ്ടി മാത്രം പണം ചെലവിടുന്ന ചില വ്യക്തികൾ, അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ മുൻപന്തിയിലെത്തി നിൽക്കുവാൻ വേണ്ടി അതിനുവേണ്ടി സമ്പാദ്യം ഒരുക്കൂട്ടുകയും അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. അങ്ങനെയുള്ള വ്യക്തികൾ പഴകിപ്പോകുന്ന പണസഞ്ചികൾ സൂക്ഷിക്കുന്ന വ്യക്തികളാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അധികാരങ്ങളെല്ലാം നശിച്ചു പോകും, സൗന്ദര്യവും നശിച്ചു പോകും, ഈ ലോകത്തിൻ്റേതായതെല്ലാം നശിച്ചു പോകും. അതുകൊണ്ടാണല്ലോ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ഇങ്ങനെ വിലപിക്കുന്നത്. നെപ്പോളിയൻ പറയുന്നു, ഞാനും സീസറും അലക്സാണ്ടറും പടുത്തുയർത്തിയ സാമ്രാജ്യങ്ങൾ നാമാവശേഷമായി, എന്നാൽ യേശു സ്ഥാപിച്ച സ്നേഹത്തിൻ്റെ സാമ്രാജ്യം ഇന്നും വികസിച്ചു കൊണ്ടിരിക്കുന്നു. പടവെട്ടിയെടുത്ത സമ്പത്തും സാമ്രാജ്യങ്ങളും എല്ലാം നശിച്ചു പോകുന്നു. പക്ഷേ ഈശോ സ്ഥാപിച്ച സ്നേഹ സാമ്രാജ്യം അത് ഇന്നും വലുതായിക്കൊണ്ടിരിക്കുന്നു. അത് പഴകിപ്പോകാത്ത പണസഞ്ചിയാണ്. അതിന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് നെപ്പോളിയൻ വിലപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, പഴകിപ്പോകുന്ന പണസഞ്ചികളും പഴകിപ്പോകാത്ത പണസഞ്ചികളും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണല്ലോ തിരുവചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. മറ്റുള്ളവർക്ക് നീ നന്മ ചെയ്യുമ്പോൾ പഴകിപ്പോകാത്ത പണസഞ്ചി നീ സൂക്ഷിച്ചു വയ്ക്കുന്നു. ആവശ്യക്കാരനെ നീ സഹായിക്കുമ്പോൾ നീ സ്വർഗത്തിൽ കള്ളന് മോഷ്ടിക്കാൻ സാധിക്കാത്ത, ചിതലരിക്കാത്ത നിക്ഷേപമാണ് നീ കൂട്ടിവെക്കുന്നത്. അപരന് നന്മ ചെയ്യുമ്പോൾ, ആവശ്യക്കാരൻ്റെ സഹായങ്ങളിൽ സഹായിക്കുമ്പോൾ, ദരിദ്രരോട് ദയ കാണിക്കുമ്പോൾ, പലതരത്തിൽ സങ്കടം അനുഭവിക്കുന്നവരെ നീ ആശ്വസിപ്പിക്കുമ്പോൾ, നീ നിന്റെ സമ്പാദ്യം സ്വർഗത്തിൽ കൂട്ടിവയ്ക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ലോകത്തിൽ പഴകിപ്പോകുന്ന പണസഞ്ചികളും പഴകിപ്പോകാത്ത പണസഞ്ചികളുമുണ്ട്. പഴകിപ്പോകാത്ത പണസഞ്ചികൾ സൂക്ഷിച്ചു വയ്ക്കുന്നവരായി തീരട്ടെ ഓരോ വിശ്വാസിയും. ദൈവം വിഡ്ഢിയെന്ന് വിളിച്ച വ്യക്തിയെപ്പോലെയാകാതെ, ദരിദ്രരെ അവഗണിച്ച വ്യക്തിയെപ്പോലെയാകാതെ, സമ്പാദ്യം തെറ്റായ സ്ഥലത്ത് സൂക്ഷിച്ചു വച്ച വ്യക്തിയെപ്പോലെയാകാതെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്പന്നനായി തീരാൻ വലിയ കൃപാവരം കർത്താവ് നമുക്ക് നൽകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വിനീത ഹൃദയത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്പന്നനായി തീരുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളിലോ അധികാരങ്ങളിലോ സൗന്ദര്യങ്ങളിലോ എൻ്റെ ജീവിതം കാഴ്ചവെക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്പന്നനായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ചു തരണമേ, ബോധ്യങ്ങൾ നൽകണമേ. പരിശുദ്ധ അമ്മേ, കന്യകാമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.